ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ UGC നെറ്റ് കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനൊരു അവസരം എന്നുള്ള രീതിയിൽ തമിഴ്നാട് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. 16/10/2025 ഈ ഒരു പബ്ലിക് നോട്ടീസ് പുറത്തുവിട്ടത്. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യമേ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ ജനറൽ കാറ്റഗറി അൺറിസേർവ്ഡ് കാറ്റഗറിയിൽ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ SC/ST ആണോ, അല്ലെങ്കിൽ OBC ആണോ, അല്ലെങ്കിൽ ജനറൽ EWS ആണോ, ഇതൊന്നും അതർ സ്റ്റേറ്റുകാർക്ക് പരിഗണനയില്ല. തമിഴ്നാട്ടിലുള്ളവരാണെങ്കിൽ മാത്രമേ ഈ ഒരു റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. തമിഴ്നാട് സ്റ്റേറ്റിന് പുറത്തുള്ളവരെല്ലാവരും തന്നെ അൺറിസേർവ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് യാതൊരുവിധ റിസർവേഷനും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2630 ഒഴിവുകളാണുള്ളത്. ഓക്കെ, 57,000 to 1,82,400 രൂപ വരെയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ സാലറി വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 10/11 നമുക്ക് എന്തുള്ളത്, ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി. അതായത് നവംബർ 10 വരെ നമുക്ക് അപേക്ഷ അയക്കാം. ഏതെങ്കിലും രീതിയിൽ തെറ്റുകൾ വരികയാണെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 11 to 13 വരെയാണ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ട് 20/12/2025. അതായത് ഡിസംബർ 20 പരീക്ഷയുടെ ഡേറ്റ് വരുന്നത്. ടെൻറ്റേറ്റീവ് ആണ്, ഉറപ്പിച്ചിട്ടില്ല. ഓക്കെ, ഇൻ്റർവ്യൂയുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ 2630 വേക്കൻസീസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് ബയോ കെമിസ്ട്രി 21 ഒഴിവുകളാണ്, ബോട്ടണി 93 ഒഴിവുകളുണ്ട്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 4, പ്ലാന്റ് ബയോളജി 28, കമ്പ്യൂട്ടർ സയൻസിന് 182 ഒഴിവുകളാണുള്ളത്. ടോട്ടൽ ഒഴിവുകളാണ് പറയുന്നത്. ഇവിടെ റിസർവേഷൻ നമുക്കുണ്ടാവില്ല. ഇതെല്ലാം റിസർവേഷനിൽ വരുന്ന ഒഴിവുകളാണ്. ഇതൊന്നും തന്നെ നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. റിസർവേഷൻ ഒഴിവുകൾ നമുക്കുണ്ടാവില്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 67 ഒഴിവുകൾ, കെമിസ്ട്രി 187 ഒഴിവുകൾ, കൊമേഴ്സിൽ 163 ഒഴിവുകളാണുള്ളത്. അവിടെയും നമ്മൾ ജനറൽ കാറ്റഗറിയാണ്. കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വേറെ തന്നെ ഒഴിവുകൾ വരുന്നുണ്ട്. കൊമേഴ്സ് വേറെ തന്നെ ഒഴിവുകൾ വരുന്നുണ്ട്. കൊമേഴ്സ് ഇന്റർനാഷണൽ ബിസിനസ് വരുന്നത് 17 ഒഴിവുകളാണ്. കൊമേഴ്സ് കോർപ്പറേഷൻ വരുന്നുണ്ട്, അത് തനിയായിട്ട് 12 ഒഴിവുകൾ വരുന്നുണ്ട്. ഓക്കെ, ഡിഫൻസ് സ്റ്റഡീസ് ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത്. 406 ഒഴിവുകളാണ് ഇംഗ്ലീഷിൽ വരുന്നത്. ഓക്കെ, ഈ നമ്മൾ അൺറിസേർവ്ഡ് ആണ്, നമുക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇവിടെ ലഭിക്കില്ല, അതർ സ്റ്റേറ്റിന് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക. 103 ഒഴിവുകളാണ് എക്കണോമിക്സിന് വരുന്നത്. എഡ്യൂക്കേഷനിൽ ടോട്ടൽ 43 ഒഴിവുകളുണ്ട്. ഇലക്ട്രോണിക്സിൽ 17 ഒഴിവുകളുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് എല്ലാവരും അതിൽ പെടും. തമിഴ്നാട്ടിലുള്ളവരും പെടും, അതിന് പുറമേയുള്ള ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ളവരൊക്കെ അതിൽ പെടും. ഓക്കെ, അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ പരീക്ഷ, കുറച്ച് ടഫായിരിക്കും. ഹിസ്റ്ററി 71 ഒഴിവുകളുണ്ട്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും വേറെ വേറെ ഒഴിവുകൾ വരുന്നുണ്ട്. മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം 7 ഒഴിവുകളാണ്. മാത്സിൽ 205 ഒഴിവുകളുണ്ട്. CSIR നെറ്റ് കഴിഞ്ഞവർക്കൊക്കെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒഴിവുകളാണ്. ഫിസിക്സിൽ 152 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സൈക്കോളജി 13 ഒഴിവുകളുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് 54 ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ തമിഴിൽ 309 ഒഴിവുകളുണ്ട്. തമിഴിൽ 309 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സുവോളജി 98 ഒഴിവുകളാണ് റിപ്പോർട്ട്. അങ്ങനെ മൊത്തം 2630 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഓൺലൈൻ മോഡിലാണ് നമ്മൾ അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ ഫീ വരുന്നുണ്ട്. ഓക്കെ, അപേക്ഷ ഫീ വരുന്നുണ്ട്. നമ്മൾ ജനറൽ കാറ്റഗറിയുടെ ഫീ ആണ് നമ്മൾ അപേക്ഷ ഫീ ആയിട്ട് അയക്കേണ്ടത്. അപേക്ഷ ഫീയുടെ കാര്യം നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും അപേക്ഷിക്കാൻ സാധിക്കില്ല. 55% കൂടിയുള്ള 55%മോ അതിന് മുകളിലുള്ള PG പ്ലസ് നെറ്റ്, അല്ലെങ്കിൽ PhD പ്ലസ് PhD, ഇങ്ങനെയൊക്കെ ആവാം. അതായത് മിനിമം ക്വാളിഫിക്കേഷൻ PG പ്ലസ് നെറ്റ് ആണ്. PG 55% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ SSLC ബുക്കിലുള്ള പോലെയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ യാതൊന്നും തന്നെ ഉണ്ടാവില്ല. 30 മാർക്കിനുള്ള
30 ക്വസ്റ്റ്യൻ ഏകദേശം 50 മാർക്കിനുള്ള തമിഴ് ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന് പുറമെയാണ് നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ വരുന്നത്. തമിഴ് കമ്പൽസറി ആണ്. ഓക്കെ, പിന്നെ സെലക്ഷൻ പ്രോസസ്സിൽ ഇന്റർവ്യൂ വരുന്നുണ്ട്, നമ്മുടെ ഇന്റേണൽ മാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻസോ ഒന്നും തന്നെ നമുക്ക് ബാധിക്കുന്നതല്ല. ജനറൽ കാറ്റഗറി എന്താണോ ക്വാളിഫിക്കേഷൻ വരുന്നത് അത് മാത്രമാണ് നമുക്ക് ഇവിടെ എന്തുള്ളത്, നമുക്ക് ബാധകമായിരിക്കുന്നത്. സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ സബ്ജക്ട് വൈസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത്. എക്സാമിനേഷൻ ഫീ വരുന്നത് 600 രൂപയാണ്. ഇവിടെ 300 രൂപ വരുന്നുണ്ട്, റിസർവേഷൻ ഉള്ളവർക്ക് 300 രൂപ കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്കത് ലഭിക്കില്ല. അവിടെയും നമ്മൾ അൺറിസർവ്ഡ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അതർ സ്റ്റേറ്റ് എല്ലാവരും തന്നെ അൺറിസർവ്ഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഫീ എന്ന് പറയുന്നത് 600 രൂപ തന്നെയായിരിക്കും. നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഈ 600 രൂപ, നെറ്റിനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ 600 രൂപ നിങ്ങൾക്ക് ഇവിടെ ഫീ ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.